ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോ ചിലപ്പം നിങ്ങൾ അധിക പേര് കാണാൻ ചാൻസ് ഇല്ലാത്ത ഒരു കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മളെ സ്ഥിരം നമ്മൾ ചെയ്യുന്ന കണ്ടന്റിനോട് റിലേറ്റ് ചെയ്ത സംഭവം തന്നെയാണ്. എന്നാൽ എത്രത്തോളം നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, കാരണം നമുക്ക് അറിയുന്ന ഒന്ന് രണ്ട് പേരുകൾ ഇപ്പോഴും ലാലേട്ടനും മമ്മൂക്കേന്റെ ഒക്കെ ബർത്ത്ഡേ എടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മാഷപ്പുകൾ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന പേരുകളാണ് ലിൻഡോ കുര്യനും പ്രണവ് സി പ്രസാദ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് പലർക്കും അവരൊക്കെ അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ ഉറപ്പായിട്ട് അറിയണ്ടോ, മോഹൻലാൽ മമ്മൂക്ക ഫാൻസിനൊക്കെ എന്തായാലും അറിയുന്നുണ്ടാവും അവരെ. അപ്പം അവരുടെ ഒരു ഇന്റർവ്യൂ ക്യൂല് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് കണ്ടു? അതിന്റെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ് ഞാൻ നോക്കിയപ്പോൾ. സോ മേ ബി അധികം പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. എന്നാൽ ആ ഇന്റർവ്യൂല് എനിക്കൊന്ന് പ്രണവ് സി പ്രസാദ് ഒരു മോഹൻലാൽ ഫാനാണ്. എന്നാൽ ലിൻഡോ കുര്യന്റെ ഒരു ഗംഭീര ലാലേട്ടന്റെ മേഷപ്പ് ഉണ്ട്. നമ്മളെല്ലാവരും കണ്ട് കോരിത്തരിച്ച ഒരു ലാലേട്ടൻ മേഷപ്പ് കണ്ട് ഈ 2020 ഏതോ എനിക്ക് തോന്നുന്നു ആ വർഷത്തെ ബർത്ത്ഡേക്ക് ഇറങ്ങിയാ തോന്നുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. സോ ലിൻഡോ കുര്യൻ നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ലിൻഡോ കുര്യനും പ്രണവ് സി പ്രസാദും ഒക്കെ നമ്മൾ ഫെമിലിയർ ആണ് ഇപ്പോൾ അവര്, നമ്മുടെ ഫാൻസിന്റെ ഇടയിൽ അറ്റ്ലീസ്റ്റ്. സോ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ലിൻഡോ കുര്യനും പ്രണവ് സി പ്രസാദും രണ്ടുപേരും ഒരുമിച്ച് ഇന്റർവ്യൂ ആണ്. എന്നാൽ ഞാനിത് സംസാരിക്കാൻ പോകുന്നത് ലിൻഡോ കുര്യനെ കുറിച്ചാണ്. കാരണം ലിൻഡോ കുര്യൻ ഒരു മമ്മൂക്ക ഫാനാണ്. അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാനൊരു മമ്മൂക്ക ഫാനാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാൽ എനിക്ക് ഈ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ പോർഷൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് താല്പര്യം കൂടുതൽ. കാരണം അതിനൊരു കാരണമുണ്ട്. എന്താ വെച്ചാൽ ഞാനൊരു ഭയങ്കര മോഹൻലാൽ ഫാനാണ്. പക്ഷെ മമ്മൂക്കയോട് റെസ്പെക്ട് ഉള്ള മോഹൻലാൽ ഫാനാണ്. മമ്മൂക്കയ്ക്ക് ഉള്ള എല്ലാ കഴിവുകളും അത് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു മോഹൻലാൽ ഫാനാണ്. സോ മമ്മൂക്ക ഫാൻസും അങ്ങനെ ആവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചു പേരൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാൽ ഏറെക്കുറെ ഞാൻ കണ്ടെടുത്തോളം ലാലേട്ടന് ലോകത്തിൽ ഏറ്റവും മോശം ആക്ടർ ലാലേട്ടൻ എന്ന് പറയുന്ന മമ്മൂക്ക ഫാൻസ് ആണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. സോ അതുകൊണ്ട് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ ചിലപ്പം അത് മേ ബി അവരൊന്ന് എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് വിശ്വസിക്കുന്നു. കാരണം ഇതിൽ ഈ ലിൻഡോ കുര്യൻ എന്ന് പറഞ്ഞ ആള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനൊരു മമ്മൂക്ക ഫാനാണ്, ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടമുള്ള മമ്മൂക്ക ഫാനാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വീഡിയോ മേഷപ്പിനെ പറ്റിയിട്ടും എഡിറ്റ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയൊക്കെ. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കാരണം നമ്മൾ ഒരുപാട് ഞാൻ ഒരുപാട് എന്റെ വീഡിയോയിൽ സംസാരിച്ച മാറ്ററുകൾ തന്നെ അതിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. സോ നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം. മമ്മൂക്കയായിട്ട് സംസാരിച്ചിരുന്നു, മമ്മൂക്ക വിളിച്ചിരുന്നു. ഞാൻ 2019 മമ്മൂക്കയുടെ ചെയ്തിട്ടുള്ളൊരു ബർത്ത്ഡേ മാഷപ്പ് വീഡിയോ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ആൻഡ്രൂ ജോസഫ് സാറാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പം ആള് പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഭയങ്കര മമ്മൂക്ക ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഷൈലോക്കിൽ വർക്ക് ചെയ്യുന്ന ടൈമില് മമ്മൂക്കി നേരിട്ട് കാണാൻ പറ്റി. മോഹൻലാലിന്റെ മാഷപ്പ് വീഡിയോയില് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഗൂസ് ബംസ് ഉള്ളത് നേരത്തെ സംസാരിച്ച പോലെ ഈ 5 മിനിറ്റ് വീഡിയോയില് 4:06 ഈ മറ്റേ കൽക്കിയുടെ മ്യൂസിക് ആ ഒരു സാധനം വരുന്നത്. ഇതിന്റെ മോഹൻലാൽ മാഷപ്പിന്റെ പിന്നിലുള്ള ഐഡിയയും ഈ ഒരു ബീജിയം വെക്കാന്നുള്ള ഒരു ഐഡിയ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്യുന്നത് ലാലേട്ടന്റെ വീഡിയോ ചെയ്യാനാണ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ഈസി. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമകൾ തന്നെ 100 എണ്ണത്തിന് മേലുണ്ട്. ഏറ്റവും മികച്ചത് 100 എണ്ണത്തിന് മേലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സിനിമകളെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇത് കൺവേർട്ട് ചെയ്ത് ഇത് എന്റെ FCPയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് ഇത് നമ്മളെ ലോഡ് ചെയ്ത് ഞാൻ ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് കണ്ട് ഏറ്റവും മികച്ച ഷോർട്സ്, ഏറ്റവും മികച്ച ഡയലോഗ്സ് ഇങ്ങനെ സോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലാലേട്ടന്റെ വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഈസി. ചില ആൾക്കാർ ഇംപ്രസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലാലേട്ടന്റെ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവം. സോ ലൈക്ക് അത്ര എഫേർട്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഈ പറയുന്ന ലാലേട്ടന്റെ ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ ഏരിയയും കവർ ചെയ്ത് വരുന്ന ഒരു ആക്ടറാണ്. ഈ പറയുന്ന മെറ്റീരിയൽ കൂടുതലാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷൻ, ഹ്യൂമർ, അതേപോലെ തന്നെ റൊമാൻസ്, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും വന്നിട്ട് മേ ബി നിങ്ങൾക്ക് തോന്നാം ഇപ്പം ഈ ലിൻഡോ കുര്യനാണെങ്കിലും ഇവരാണെങ്കിലും ഇവരൊക്കെ വലിയ സംഭവങ്ങളാണോ, എന്തിനാണ് ഈ വീഡിയോ എടുത്ത് വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നാം. പക്ഷെ എനിക്ക് ഈ വീഡിയോയില് ഇതിൽ ഇങ്ങനെ പറഞ്ഞ മാറ്റർ ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റർ ആയതുകൊണ്ടാണ് അതെടുത്ത് വന്നിട്ട് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. ഇത് തന്നെയാണ് ആ ആങ്കർ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് കുറച്ച് കൂടുതലാണ്. ലാലേട്ടന് മെറ്റീരിയൽസ് കൂടുതലുണ്ട്. എല്ലാ ഭാഗങ്ങളും ഒരു അഭിനയം എന്ന കലയുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്താ പറയാ, ഈ ഒരു പോയിന്റ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ലാലേട്ടന്റെ ഏറ്റവും മികച്ച സിനിമകൾ തന്നെ 100-ൽ കൂടുതലുണ്ടാവും. ഏറ്റവും മികച്ച പെർഫോമൻസ് 100-ൽ കൂടുതലുണ്ടാവും. ഇത് പറയുന്നത് ഒരു കടുത്ത മമ്മൂക്ക ആരാധകനാണ് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ലിൻഡോ കുര്യൻ ഓൾറെഡി ഇന്റർവ്യൂസ് തന്നെ നിങ്ങൾ മുഴുവൻ കണ്ടാൽ മനസ്സിലാവും. വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ലാലേട്ടനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മമ്മൂക്ക ഫാനാണ്. സോ അത് ഏറ്റവും നല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലെ. നമ്മളെ മൂവി ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവുക. നമ്മൾ ചിന്തിക്കുന്ന അപ്പുറമാണ്. ചിലപ്പോൾ ചെറിയ കാര്യമാണെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഒരു ഗംഭീര സിനിമ ഒരു ലാലേട്ടന്റെ മമ്മൂക്കന്റെ ഇറങ്ങുമ്പോൾ ഈ ഫാൻ ഫൈറ്റ് ഇല്ലാതെ എല്ലാവരും ഈ ഒരു മെന്റാലിറ്റിയോടെ ഓക്കെ ഞാൻ ഇങ്ങനെ ഫാനാണ്,
ഇങ്ങനെയൊക്കെ എല്ലാ കഴിവുകളും അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫാനാണ്. എന്നാൽ മറ്റുള്ളവരോട് നമുക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട്, ഇഷ്ടമാണെന്നുള്ള തോട്ടാണെങ്കിലും നമ്മളെ സിനിമകളുടെ കളക്ഷനെ പോലും അത് ബാധിക്കും. നമ്മൾ ഈ ഡീഗ്രേഡിങ്ങും കാര്യത്തിനും പരിപാടിക്കും നമ്മൾ നിൽക്കൂല. ഒരു ഗംഭീര ഇപ്പൊ നോക്കുന്ന എമ്പുരാൻ ഇറങ്ങാൻ പോവാണ്. അതായത് ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമയാണ് എമ്പുരാൻ. സോ അത് ഇറങ്ങുമ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മളെ നാട്ടിൽ നടക്കാൻ പോണ കോലാഹലങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെ ഡീഗ്രേഡിങ് കാര്യങ്ങൾ നടക്കാൻ പോകണല്ലേ. ഇതൊന്നും ഒരിക്കലും ശരിയാകാൻ പോകില്ല. എന്തായാലും ഇതൊന്നും ഒരിക്കലും മാറാനൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞോളാം, ഞാൻ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് മമ്മൂക്കനെ ഇഷ്ടപ്പെടുന്ന ഒരു മോഹൻലാൽ ആരാധകരാണ്. അതുപോലെ എത്ര മമ്മൂക്ക ആരാധകരുണ്ട് എന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.